നമസ്കാരം. സമീക്ഷയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സാഹിത്യരംഗത്ത് കഥയുടെയും കവിതയുടെയും പ്രഭാഷണ കലയുടെയും ഔന്നത്യങ്ങളിൽ വിരാജിക്കുന്ന ശ്രീ കെ സുദർശനാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി. അദ്ദേഹം ആരോഗ്യവകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറി കൂടിയാണ്. പ്രഭാഷണ കലയെ ഇടനെഞ്ചരിച്ച് ലാളിക്കുകയും പ്രോജ്വലിപ്പിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്ന ഈ മഹനീയ വ്യക്തി ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയതിൽ അഭിമാനിക്കാം. അദ്ദേഹത്തോട് നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാം. സർ, മലയാള കവിതാ പ്രസ്ഥാനത്തേക്ക് അങ്ങ് വരുന്നൊരു കാലഘട്ടമുണ്ട്, 80-90 കാലഘട്ടം. ആ കാലഘട്ടം ഒരുപക്ഷെ മലയാള കവിതാ പ്രസ്ഥാനത്തിന് ഏറെ പ്രോജ്വലിപ്പിച്ചൊരു സമയമാണെന്ന് ഞാൻ കരുതുന്നു. ക്യാമ്പസുകളിൽ താങ്കൾ തിളങ്ങുന്നൊരു സമയമായിരുന്നു. അന്നത്തെ അനുഭവം, താങ്കളുടെ ആ കലാലയ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം, അത് താങ്കളുടെ കവിതയുമായി താരതമ്യം ചെയ്തുവരാൻ അല്ലെങ്കിൽ താരതമ്യം പ്രാപിക്കുവാൻ, അതിൽ താങ്കളുടെ കവിതയിൽ കൂടുതലും പ്രണയാർദ്രമായ കവിതകൾ ഉൾക്കൊള്ളുവാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ, അത്തരം സാഹചര്യങ്ങളിലേക്ക് സാറൊന്ന് മനസ്സ് തുറന്നാൽ നന്നായിരിക്കും. 80കളിൽ മലയാള കവിത ഏറ്റവും അധികം പറഞ്ഞതുപോലെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ ആ കാലത്താണ് ജൂലിയ എന്ന കവിത എഴുതുന്നത്. ജൂലിയ, നമ്മൾ പിരിഞ്ഞു പോകേണ്ടവർ, വ്യർത്ഥപ്പൊരുൾ തേടി യൗവന തോണിയിൽ ചുറ്റിക്കറങ്ങുന്ന രാഗവൈരാഗികൾ എന്നൊക്കെയുള്ള വരികളുള്ള ജൂലിയ എന്ന കവിത. അന്ന് ക്യാമ്പസുകളിലൊക്കെ കുട്ടികൾ ഈ കവിത യുവജനോത്സവ വേദികളിലും മറ്റും ചൊല്ലുകയും, തനിമല്ല ഈ കോളേജ് അവസാനിക്കുന്ന സമയത്ത് ഓട്ടോഗ്രാഫ് എഴുതുമ്പോൾ ജൂലിയയിലെ പല വരികളും എഴുതി കൊടുത്ത പിന്നെ അറിഞ്ഞു. അതിൽ ഒരു പയ്യൻ എഴുതി, ഒരു പെൺകുട്ടിയുടെ ഓട്ടോഗ്രാഫിൽ എഴുതി, മോഹങ്ങൾ ചേക്കേറും ആതിര പച്ചയിൽ നീ വന്നൊടിച്ചതൻ ജീവിത ചില്ലകൾ. ആ കുട്ടി തിരിച്ചെഴുതി കൊടുത്തു, ദ്രുതവികാരത്തിൻ തിരക്കുഴിക്കുള്ളിൽ നീ എന്നും തിരഞ്ഞതൻ ഹൃദയാക്ഷരങ്ങൾ. ഈ വിധത്തിൽ നല്ല റൊമാൻറ്റിക്കായ ഒത്തിരി വരികളുള്ള ജൂലിയ എന്ന കവിത ആ കാലഘട്ടത്തിൻ്റെതാണ്. ഞാൻ കവിതയിലേക്ക് വരുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രണയ കവിതയുമായി ആണ് എൻ്റെ ഓർമ്മ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ, അന്ന് അവിടെ അഡ്മിഷന് ചെല്ലുമ്പോൾ, തിരുവനന്തപുരം ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ അഡ്മിഷൻ ചെല്ലുമ്പോൾ അച്ഛനുമായിട്ട് പ്രിൻസിപ്പലിനെ മീറ്റ് ചെയ്തിരുന്നു. അപ്പം എൻ്റെ അപ്പോൾ കാണപ്പെട്ട ഒതുക്കവും വിനയവും എല്ലാം കണ്ട് അദ്ദേഹം നല്ല വൈനായി തോന്നി അദ്ദേഹത്തിന്. പക്ഷേ ആ വർഷത്തെ യുവജനോത്സവ മത്സരവേദിയിലാണെന്ന് തോന്നുന്നു, ഈ കവിതാ പാരായണത്തിന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ആളെന്ന നിലയ്ക്ക് എന്നെ വിളിച്ചു, കാർട്ടൻ പൊങ്ങി. ഞാൻ നോക്കുമ്പോൾ പ്രിൻസിപ്പൽ മുൻപിൽ ഇരിപ്പുണ്ട്. അപ്പം എല്ലാവരും കുമാരനാശാൻ്റെയും വള്ളത്തോളിൻ്റെയും ചങ്ങമ്പുഴയുടെയൊക്കെ കവിതകൾ ചൊല്ലിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിന്ന് അവതരിപ്പിക്കുന്നത്, ഈ കവിത പാരായണം ചെയ്യുന്നത് ഞാൻ തന്നെ എഴുതിയൊരു കവിതയാണ്. കവിതയുടെ പേര് ലിസി. ലിസി, എനിക്കു നിൻ കത്തുകിട്ടി, നിൻ വിവാഹ ക്ഷണ കത്തുകിട്ടി, തൊഴി നിനക്കെൻ്റെ മംഗളങ്ങൾ, നിൻ വിവാഹത്തിനൻ ഭാവുകങ്ങൾ. ഞാൻ നോക്കുമ്പോൾ പ്രിൻസിപ്പൽ എഴുന്നേറ്റ് പോകുന്നു. അദ്ദേഹത്തിന് തൃപ്തിയായി. അപ്പോൾ ഈ കവിത പിന്നെ കോളേജിൽ, ക്യാമ്പസിൽ വളരെ പ്രചരിച്ച ഒരു കവിതയാണ്. അപ്പോൾ ഈ 80കളുടെ കാലഘട്ടം കവിതയുടെ, പറഞ്ഞുവല്ലോ, ഒരു പുഷ്കല കാലം തന്നെയായിരുന്നു. പുഷ്കലകാലം തന്നെയായിരുന്നു. ഈ കവിത എഴുതുമ്പോൾ സാധാരണ നിലയിൽ ഛന്ദനിബദ്ധമായ കവിതകളാണ്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ പാഠ്യപദ്ധതിയിൽ വൃത്തനിബദ്ധമില്ലാത്ത കവിതകളുണ്ട്. അപ്പോൾ ഈ ഗദ്യ കവിതയുടെ പ്രാധാന്യം സാർ അത് എങ്ങനെയാണ് കാണുന്നത്? ഗദ്യ കവിതയ്ക്കും അതിൻ്റെതായ ശക്തിയുണ്ട്. ഇപ്പോൾ ഛന്ദോബദ്ധമായ കവിതകളെക്കാൾ ശക്തിയുണ്ട് എന്ന് തോന്നിപ്പിച്ചിട്ടുള്ള ഗദ്യ കവിതകളുണ്ട്. ഇപ്പോൾ ഈ സ്വാർത്ഥതയെക്കുറിച്ച് KC കേശവപിള്ളയുടെ 4 വരികളാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ളത്. എൻ്റെ കാര്യം അഖിലം നടക്കണം, എൻ്റെ ദാരുസുതരും സുഖിക്കണം, അന്യരാകെ അതിഖിന്നരാകണം, എന്നെ വന്ന് അനുദിനം വണങ്ങണം എന്ന് പറയുന്ന ഒരു സങ്കല്പം. 4 തരം സ്വാർത്ഥന്മാരാണ്, 4 ഡിഗ്രിയിൽ നിൽക്കുന്ന സ്വാർത്ഥന്മാരാണ്. എൻ്റെ കാര്യങ്ങൾ നടന്നാൽ മതിയെന്ന് ഒരു വിഭാഗം ചിന്തിക്കുമ്പോൾ അന്യരാകെ ദുഃഖിതരാകണം എന്ന് ചിന്തിക്കുന്നു. വേറൊരു വിഭാഗം അവരെല്ലാം എന്നെ വന്ന് വണങ്ങണം എന്ന് ചിന്തിക്കുന്നു. ഈ തരത്തിൽ ഉള്ള 4 തരത്തിലുള്ള സ്വാർത്ഥന്മാരെ അതിൽ അവതരിപ്പിക്കുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാനൊരു ഗദ്യ കവിത, അടുത്ത കാലത്തല്ല, കുറച്ച് ആൾ മുമ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഗദ്യ കവിതയുണ്ട്.
സ്വാർത്ഥതയെക്കുറിച്ചാണ്. ഒരാൾ ഒരു കുട്ടിയോട് ചോദിക്കുന്നു, മോൻ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കൊച്ചുകുട്ടികളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, അതിൽ താല്പര്യമുള്ളൂ. മോൻ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആ കുട്ടി ഒന്നും ആലോചിക്കാൻ പറഞ്ഞു, എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അയാൾ പ്രതീക്ഷിച്ച ഉത്തരവല്ല കിട്ടിയെന്നുള്ളതുകൊണ്ട് പുള്ളി പിന്നെയും ചോദിക്കുകയാണ്, അത് ശരി, അത് കഴിഞ്ഞാലും? കുട്ടി പറയുന്നു, അത് കഴിയുന്നില്ലല്ലോ. അവിടെ സ്വാർത്ഥതയുടെ ഏറ്റവും മൂർത്തമായ തലങ്ങളിലേക്ക് പോവുകയാണ്. വേറൊരു കവിത, രസകരമായി എനിക്ക് തോന്നിയൊരു കവിത ഇതാണ്. റേഷൻ കടക്കാരന്റെ ഭാര്യ പ്രസവിച്ചു. 2 വരികളേ ഉള്ളൂ, ശീർഷകമല്ല, കവിത. റേഷൻ കടക്കാരന്റെ ഭാര്യ പ്രസവിച്ചു. അടുത്ത വരി, ആ വരിയിൽ കവിത അവസാനിക്കുകയാണ്, കുഞ്ഞിന് തൂക്കക്കുറവ്. കാരണം ഇയാള് ആർക്കും തൂക്കം തികച്ച് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോ ഗദ്യ കവിതയ്ക്ക് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. അതുപോലെ തന്നെ പ്രസക്തിയുണ്ട് കാർട്ടൂൺ കവിതകൾക്ക്. നമ്മുടെ രാഷ്ട്രീയത്തെ കുറിച്ച് ഞാനത് പല നേതാക്കന്മാരിരിക്കുന്ന വേദിയിൽ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയത്തെ കുറിച്ച്, അതിലെ പാർട്ടികളെ കുറിച്ച് ഒരു 4 വരിയിൽ ഒരാൾ എഴുതിയ കാർട്ടൂൺ കവിതയുണ്ട്. ഇടയുന്ന പക്ഷം ഇടതുപക്ഷം, ഇടയുന്ന പക്ഷം ഇടതുപക്ഷം, വലയുന്ന പക്ഷം വലതുപക്ഷം, ഇടയിൽ സുഖിക്കുന്നു ന്യൂനപക്ഷം, ഇടയിലാകുന്നതോ ഭൂരിപക്ഷം. എത്ര ശക്തമാണെന്നോ. അതാണ്. അപ്പോ കവിതയ്ക്ക്, ഓരോ തരം കവിതകൾക്കും അതിൻ്റെതായ പ്രസക്തിയുണ്ട്. പക്ഷെ ഞാൻ ഈ കവിതയിലേക്കൊക്കെ ശ്രദ്ധ വരുന്നത്, ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഹിന്ദിയാണ് സെക്കൻഡ് ലാംഗ്വേജ്. 10ന് ശേഷം മലയാളം പഠിച്ചിട്ടില്ല. മലയാളം അങ്ങനെ പാഠ്യപദ്ധതിയിൽ പഠിച്ചിട്ടില്ല. ഹിന്ദിയാണ് പഠിച്ചു പോയത്. അപ്പൊ ഹിന്ദിക്ക് അച്ഛന്റെ നിർബന്ധമായിരുന്നു, ഹിന്ദി എടുക്കണം, കൂടുതൽ മാർക്ക് കിട്ടും, അയക്കണമെന്നൊക്കെ ആയിരുന്നു. അപ്പോ പ്രീ ഡിഗ്രിക്ക് ഞാൻ വിചാരിച്ചിടം തന്നെ വിജയിച്ചു. MBBS പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ബോട്ടണി അടുപ്പിച്ചു എന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, സുവോളജിയാണ് ആലോചിച്ചത്, പിന്നെ ബോട്ടണിയിലേക്ക് ഞാൻ തന്നെ മാറുകയായിരുന്നു, വരയ്ക്കാനൊക്കെ ഉള്ള സാധ്യതകളുള്ളതുകൊണ്ട്. അപ്പോൾ ബോട്ടണി എടുത്തപ്പോൾ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു. എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ച്, ബോട്ടണിയെക്കുറിച്ച്, സുവോളജിയെക്കുറിച്ച്, കെമിസ്ട്രിയെക്കുറിച്ച് ഒക്കെ കൂടുതൽ പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് റെഫർ ചെയ്ത് കൂടുതൽ സജ്ജനാകാൻ വേണ്ടി ഞാൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ ആ ലോകത്തിലേക്ക് കടന്ന് ആദ്യം പോയത് മലയാളം സെക്ഷനിലാണ്. അവിടെ ചെന്ന് ചങ്ങമ്പുഴയുടെ സമ്പൂർണ്ണ സമാഹാരം എടുക്കുകയാണ്. ചങ്ങമ്പുഴയുടെ സമ്പൂർണ്ണ കൃതികൾ എടുത്തു വായിക്കുകയാണ്. എന്താണ് ജീവിതം? എന്താണ് ജീവിതം? അവ്യക്തമായൊരു സുന്ദരമായ വളകിലുക്കം, സംഗീത തുന്നിലം, നൈമിഷികോജ്വലം, പിന്നെയോ ശൂന്യം, പരമശൂന്യം. അടുത്ത പേജ് എടുക്കുകയാണ്. ഒരു കൈയിൽ 4-5 പുസ്തകവും മറുകൈയിൽ ഒരു കൊച്ചു കുടയുമായി ഇതിലെ നടന്നു കടന്നു പോമാ പുതുതായി പൂമൊട്ടിട്ട മുല്ലവല്ലി. ചങ്ങമ്പുഴയുടെ വരികളാണ്. അത് കഴിഞ്ഞെടുത്തത് കുമാരനാശാന്റെ സമ്പൂർണ്ണ കൃതികൾ. പ്രരോദനം, കഷ്ടം, സ്ഥാനവലിപ്പമോ, പ്രഭുതയോ, സജ്ജാതിയോ, പുഷ്ടശ്രീ തനുധാടിയോ, സ്പഷ്ടം, മാനുഷഗർവമൊക്കെ പൂക്കസ്തമിക്കുന്നിഷ്ടന്മാർ പിരിയുന്നു, ഹാ ഇവിടമാണ് അധ്യാത്മ വിദ്യാലയം. ഇതിലേക്കൊക്കെ വരാൻ കാരണം എന്നെ മലയാളം പഠിപ്പിച്ച അധ്യാപകരാണ്. അവർ പഠിപ്പിച്ച ആ രീതി, കവിത ചൊല്ലുന്ന രീതി. ഇപ്പൊ ആരോ പറയുന്നത് കേട്ടു, മലയാള അധ്യാപകർ കവിതയൊക്കെ വായിച്ചാണ് പഠിപ്പിക്കുന്നത്, വായിച്ച് ഗദ്യം പോലെ പഠിപ്പിക്കുകയാണ്. ഞങ്ങളങ്ങനെയല്ല. ഇപ്പോ ഭക്തിയും വിഭക്തിയും എന്നൊരു കവിതയുണ്ടല്ലോ വള്ളത്തോൾ, അത് എന്നെ പഠിപ്പിച്ച അധ്യാപകൻ പഠിപ്പിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. 2 നാഴികയായി പശ്ചിമ ജലാശയ കുണ്ടിലേക്കിറങ്ങിയിട്ടാകാശബന്ധൻ സൂര്യൻ, യാത്രയ്ക്കു സമുദ്യുക്തയായിട്ടില്ലിവിടെ നിന്നാത്തപാടലാംബരയാകിയ സന്ധ്യാലക്ഷ്മി, തീർത്ഥവും പ്രസാദവും വാങ്ങാനോ രജനിതൻ താർത്തന്നലവിടത്തിലൊതുങ്ങിപ്പെരുമാറി, അമ്പലം വലം വയ്ക്കുന്നവർതൻ ധൗതാംബര തുമ്പുകൾ കാറ്റത്തലഞ്ഞലകളതിൽ ചേർത്തു, കാറ്റത്തുലഞ്ഞ് അലകളതിൽ ചേർത്തു. അതൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള കവിത ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റേജിൽ ഒരു കോളേജിൽ പോയപ്പോൾ എനിക്ക് മുമ്പേ അവതരിപ്പിച്ചത് ഈ ഓർമ്മയുടെ ഒരു മാന്ത്രികൻ, ഒരു മെമ്മറി ട്രെയിനറാണ്. അദ്ദേഹം കുറെ മെമ്മറി ട്രിക്സ് കാണിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഞാനിവിടെ വേറൊരു മെമ്മറി ട്രിക്കിലേക്ക് പോവുകയാണ്. അത് 10ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ച ഒരു കവിത
ഇത്രയും വർഷങ്ങളുടെ അകലങ്ങളിൽ നിന്നുകൊണ്ട് ഓർത്തെടുത്ത് ചൊല്ലാൻ ശ്രമിക്കുകയാണ്. അത് വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ കൈയടിക്കണമെന്നാണ്. സത്യത്തിൽ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഓർത്തിട്ടില്ലാത്ത ഇന്നു ഞാൻ നാളെ നീ എന്ന് പറയുന്ന കവിത. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നിതെന്നോർമ്മയിൽ. പാതവക്കത്ത മരത്തിൻ കരിനിഴൽ പ്രേതം കണക്കെ ക്ഷണത്താൽ വളരവേ. പേടിച്ചരണ്ടു ചില ശുഷ്ക പത്രങ്ങൾ മോഹം കലർന്നു പതിക്കവേ. ആസന്ന മൃത്യുവാം നിശേഷ്ടമാരുതൻ ശ്വാസമിടയ്ക്കിടയ്ക്ക് ആഞ്ഞുവലിക്കവേ. താരകരത്ന ഖചിതമാം പട്ടിനാൽ പാരമലങ്കൃതമായ വിൺപെട്ടിയിൽ ചത്ത പകലിൻ ശവം വെച്ചെടുപ്പതിന്നാത്ത മൗനം നാലു ദിക്കുകൾ നിൽക്കവേ. തൻ പിതാവിൻ ശവപ്പെട്ടിമേൽ ചുംബിച്ചു കമ്പിതഗാത്രിയായി അന്തിമൂർച്ഛിക്കവേ. ജീവിതം പോലെ രണ്ടറ്റവും കാണാത്തൊരാ വഴിയെങ്കിൽ തനിച്ചു ഞാൻ നിൽക്കവേ. ആ വരികൾ മൊത്തം പറഞ്ഞു പോവുകയാണ്. കാരണം പദ്യം മാത്രമല്ല, ഗദ്യവും അന്ന് അധ്യാപകന്മാർ പഠിപ്പിച്ചത് ആ വിധത്തിൽ ഉള്ള ഒരു പ്രത്യേകമായ ആകർഷകമായ ശൈലിയാണ്. ഇപ്പോ ഇദ്ദേഹത്തിന്റെ മാർത്താണ്ഡവർമ്മയുടെ ഒരു ഭാവം ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ വായിച്ച ഒരു വാചകം ഇപ്പോഴും സങ്കീർണമായൊരു വാചകമാണ്, എങ്കിലും ഇപ്പോഴും മനസ്സിലുണ്ട്. കാമുകന്മാരായുള്ളവരോട് അകലെ എന്ന് കൽപ്പിക്കുന്നതായ ഒരു സ്ഥൈര്യരസം അവളുടെ നെടിയ നേത്രങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്നത് കൊണ്ടും ശോണമായുള്ള അധരപല്ലവത്തിലും വളഞ്ഞുള്ള ചില്ലിയുഗങ്ങളിലും കളിയാടുന്ന രസം വശീകരപ്രധാനമല്ലാത്തതിനാലും പാറുക്കുട്ടിയുടെ സൗന്ദര്യം രസവത്തായും ലളിതമായും ഉള്ളതല്ലെന്ന് രസികന്മാർ ചിലർ പറഞ്ഞേക്കാം. ഈ വരികളൊക്കെ ഓർത്തിരിക്കാൻ കാര്യം അധ്യാപകന്മാരുടെ ആ പഠന വൈഭവമാണ്. തീർച്ചയായിട്ടും സാർ, ഈ കവിതയോടൊപ്പം തന്നെ സാറ് നല്ലൊരു കോളമിസ്റ്റാണ് സാർ. സാറിൻ്റെ പിന്നെ പഞ്ചിങ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതിനകത്ത് ഹ്യൂമർ സെൻസ് സാർ പരമാവധി പ്രയോജനപ്പെടുത്താറുണ്ട്. നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കുന്നതിനേക്കാളും ഇപ്പോൾ ഒരു പട്ടിയും പുലിയും ഒരു കഥ, സാറിൻ്റെ ഒരു കഥ ഞാൻ വായിച്ചു. അപ്പോൾ ഭാഷയിൽ സാർ ഈ ഹ്യൂമർ സെൻസ് പ്രയോഗിക്കുമ്പോൾ അതിനുണ്ടാകുന്ന പ്രചോദനം, കാരണം സാധാരണ നിലയിൽ പലരും പറയുന്ന ഹാസ്യം ചിലപ്പോൾ നമുക്ക് വായിച്ചു പോകുമ്പോൾ ആ ആസ്വാദനക്ഷമതയിൽ എത്തിച്ചേരാൻ കഴിയുന്നതല്ല. പക്ഷെ സാറിൻ്റെ പ്രത്യേക തലത്തിലുള്ള ഒരു ഹ്യൂമർ സെൻസ്, അതെന്താണ് അതിൻ്റെ പൊരുളെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പഞ്ചിങ് 10-11 വർഷം നിരന്തരമായി എഴുതി. അപ്പൊ അതിന് ഹ്യൂമർ അതിൻ്റെ ഒരു അടിയൊഴുക്കായിട്ടുണ്ട് എന്ന് വെച്ചതിൻ്റെ ഒരിക്കലും ഹ്യൂമർ അല്ലെങ്കിൽ നർമ്മം, ഹാസ്യം എന്ന് പറഞ്ഞ് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഹാസ്യം ജീവിതത്തിലുള്ളതാണ്, നിത്യജീവിതത്തിലുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നത് അതിൽ നർമ്മം കൂടി ഉള്ളത് കൊണ്ടാണ്, അതിൻ്റെ കൂടി ആസ്വാദ്യത കൊണ്ടാണ്. പക്ഷേ ഈ ഹാസ്യത്തിന് വേണ്ടി ഹാസ്യം അവതരിപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം ജീവിതത്തിലുള്ളതാണ് ഹാസ്യം. അപ്പൊ ഇത് സംഭവിക്കുമ്പോൾ, എല്ലാ ഹാസ്യവും സംഭവിക്കുമ്പോൾ വളരെ സീരിയസ് ആണ്. ഇത് ഞാൻ പിൽക്കാലത്ത് എവിടെ എഴുതിയിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഫലിതം എന്ന് പറയുന്നത് ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്, സംഭവിക്കുന്ന സാധാരണ മനുഷ്യർ പറയുന്നതിലാണ് യഥാർത്ഥമായ ഏറ്റവും ദീപ്തമായ ഫലിതം കൂടിയിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സുകുമാർ അഴീക്കോട് മാഷിന്റെ പ്രഭാഷണത്തിലും നർമ്മങ്ങൾ കലർന്ന ഒരു ഭാഷണ രീതിയാണ്. സുകുമാർ അഴീക്കോട് സാറിന് ഈ ഭാഷണ ശൈലി, സാർ ഇപ്പോൾ നല്ലൊരു പ്രഭാഷകനാണ്, ആ ഭാഷണ ശൈലി സാറിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹത്തിന്റെ ഭാഷണ ശൈലി എന്നെ തെല്ലും സ്വാധീനിച്ചിട്ടില്ല. പക്ഷെ എനിക്കത് ഇഷ്ടമാണ്, ഞാനതിൽ ആകൃഷ്ടനായിട്ടുമുണ്ട്. കാരണം അദ്ദേഹം ഒരു പ്രസംഗം എങ്ങനെ തുടങ്ങാമെന്ന് പലപ്പോഴും ഈ പ്രഭാഷണ കലയെക്കുറിച്ച് പ്രസംഗിക്കേണ്ടി വരുമ്പോഴോ ക്ലാസ് എടുക്കേണ്ടി വരുമ്പോഴോ ഒക്കെ അദ്ദേഹത്തെയാണ് ഞാൻ ഉദാഹരിക്കുന്നത്. ഒരു പ്രഭാഷണം എങ്ങനെ തുടങ്ങാം, എങ്ങനെ ഒടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ പറയാം, ഞാൻ അതിലേക്ക് വരികയാണ്. അതായത് നമ്മുടെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് ഇവിടെ നടന്ന വർഷങ്ങൾക്ക് മുമ്പാണെന്നല്ലോ, 18ാം പാർട്ടി കോൺഗ്രസ് പുത്തരിക്കണ്ട മൈതാനത്ത് നടക്കുമ്പോൾ അവരുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ സുകുമാർ അഴീക്കോടാണ്. അതിനു മുമ്പ് രണ്ടുപേര് പ്രസംഗിച്ചു. ഒന്ന് KP ഉണ്ണികൃഷ്ണൻ, അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന KP ഉണ്ണികൃഷ്ണൻ. അത് കഴിഞ്ഞ് സംസാരിച്ചത് ബിഷപ്പ് പൗലോസ് മാർ പൗലോസ്. അവർ രണ്ടുപേർക്കും നേരത്തെ പോകണം, അന്ന് ട്രെയിനിൻ്റെ ഒക്കെ ഒരു പീരീഡാണ്, നേരത്തെ പോകണമെന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ട് പോവുകയും പിന്നെ സുകുമാർ അഴീക്കോടിൻ്റെ മുഖ്യപ്രഭാഷണം അത് കേൾക്കാനാണ് വളരെയധികം ജനം കൂടിയിരിക്കുന്നത്. അന്ന് TK രാമകൃഷ്ണൻ അദ്ദേഹമാണ് സാംസ്കാരിക മന്ത്രി, P ഗോവിന്ദപിള്ള സ്റ്റേജിലുണ്ട്. ഇവരെല്ലാം ഇദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് വേണ്ടി ശ്രദ്ധാപൂർവ്വം ഇരിക്കുകയാണ്.
അപ്പോൾ അഴീക്കോട് ആ പ്രഭാഷണം തുടങ്ങിയ ഒരു രീതിയുണ്ട്. പലപ്പോഴും ഞാനത് ഒരു പ്രഭാഷണം എങ്ങനെ തുടങ്ങാമെന്നുള്ളതിൻ്റെ ഉദാഹരണമായി പറയാറ്. അദ്ദേഹം പറഞ്ഞു, അഴീക്കോടിൻ്റെ ഒരു രീതി അറിയാമല്ലോ, ഭാഷയൊക്കെ അറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞു, വളരെ ശബ്ദം താഴ്ത്തി അദ്ദേഹം തുടങ്ങി, ബിഷപ്പ് തിരുമേനിയും മാർ പൗലോസും 8:30 തീവണ്ടി പിടിക്കാനുള്ളത് കൊണ്ട് നേരത്തെ പോയിരിക്കുകയാണ്. ഒന്നും പിടിക്കാനില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ മൈക്കിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ സദസ്സ് റിലാക്സ്ഡ് ആയി. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉണ്ണികൃഷ്ണൻ്റെ അച്ഛനെയാണ് പരിചയം. ഉണ്ണികൃഷ്ണനെ കാണുമ്പോഴെല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ അച്ഛനെയാണ് ഓർക്കുന്നത്. ഞാനൊരു ബാലൻ അശക്തനെന്നാകിലും മാനിയാം എന്നുടെ താതനെ ഓർക്കണി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഉണ്ണികൃഷ്ണനെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിമാനിയായ പിതാവിനെയാണ്. പക്ഷേ ഇന്നത്തെ പിതാവ് പറയുന്നത് നീ എൻ്റെ മകനെ ഓർക്കുക എന്നാണ്. അന്ന് മഹാനായ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ കാലം, അദ്ദേഹത്തിൻ്റെ പുത്രൻ ശ്രീ കെ മുരളീധരൻ രാഷ്ട്രീയ ലോകത്തിലേക്ക് ചുവടുറപ്പിക്കാൻ തുടങ്ങുന്ന കാലം. അപ്പോൾ അതൊരു വിഷയമായിരിക്കെ ആ വിഷയത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസ് നടക്കുന്ന സമാപന സമ്മേളന വേദിയിൽ വളരെ അയത്നലളിതമായി അദ്ദേഹം തൊടുകയാണ്, സജീവമായ ഒരു പ്രശ്നത്തിലേക്ക് തൊടുകയാണ്. അത് ആരും അറിയാതെ സരസമായി ആ വിധത്തിലാണ് പ്രഭാഷണം തുടങ്ങേണ്ടത്. പ്രഭാഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയും, പുസ്തകം വായിക്കുമ്പോൾ നമ്മളോട് പറയും ഒരു ഫലിതം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പക്ഷേ പ്രഭാഷണ വേദിയിൽ നിൽക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ 10-15 പേരോട് ഉള്ള ഒരു ഗൃഹസദസ്സിൽ സംസാരിക്കാം, തമാശ പറയാം, വളരെ മിടുക്കനായിട്ട് മാറാം. പക്ഷേ ഈ 15 പേര് എതിർഭാഗത്തിരിക്കുകയാണെങ്കിൽ, നമ്മളൊരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഫലിതം പറഞ്ഞുകൊണ്ട് തുടങ്ങാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അത് അത്യധികമായ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കഴിയും. നമ്മുടെ ഈ നർമ്മകേരളിയുടെ ഒരു വേദിയിൽ ഒരു വളരെ സരസമായി സംസാരിക്കുമായിരുന്ന ഒരു രാഷ്ട്രീയ പ്രഭാഷകൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ഞാൻ വരണ്ട എന്ന് കരുതിയതാണ്. ആദ്യത്തെ വാചകമാണ്. ഇന്ന് ഇതിൻ്റെ സംഘാടകർ ക്ഷണിച്ചപ്പോൾ ഇവിടെ വരണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. കാരണം എൻ്റെ മുൻവരിയിലെ 2 പല്ലുകൾ നമ്മുടെ മന്ത്രിസഭയിലെ ഘടകകക്ഷികൾ പോലെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ചിരിച്ചു. കാരണം അപ്പോഴത്തെ മന്ത്രിസഭയുടെ അവസ്ഥയും ഘടകകക്ഷികളുടെ അവസ്ഥയും ഇദ്ദേഹത്തിൻ്റെ പല്ലിൻ്റെ അവസ്ഥയും എല്ലാം ഒറ്റയടിക്ക് വ്യക്തമായി. ആളുകൾ ചിരിച്ചു. പക്ഷെ ആ ചിരി ഉൽപ്പാദിപ്പിക്കുക, ഒരു വേദിയിൽ നിന്നുകൊണ്ട് ആദ്യ വചസ്സുകളിലൂടെ അത് സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടി കയറിയവർക്ക് മാത്രം സാധ്യമാകുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ പുസ്തകങ്ങൾ എഴുതി വയ്ക്കും, കവിത പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആ കവിത പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ നല്ലതാണ്. പക്ഷേ നമുക്ക് ആ കവിത ഹൃദിസ്ഥമായിരിക്കണം. അഴീക്കോട് തന്നെ പറയും, പിന്നെ പണ്ടൊരാൾ വേദിയിൽ വെച്ച് പറഞ്ഞു, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് വള്ളത്തോളിൻ്റെ 2 വരികളാണ്. എന്നിട്ടോ ആ വരികൾ ഓർമ്മ വരാതിരിക്കുകയും ചെയ്തു. അയാൾ അങ്ങനെ പോയെന്ന് അറിഞ്ഞൂട്ടോ. ശ്രീ തിരുനെല്ലൂർ കരുണാകരൻ അദ്ദേഹത്തിന് വയലാർ അവാർഡ് കിട്ടിയ സമയത്ത് അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് തിരുവനന്തപുരം പൗരാവലി കൊടുത്ത ഒരു വലിയ ഒരു അനുമോദന യോഗം ഉണ്ടായിരുന്നു. അതിൽ സ്വാഗതം പറഞ്ഞ ഞാനാണ്. ഞാനതിലെ സ്വാഗതത്തിൽ അഭിസംബോധന ഒന്നും ചെയ്യാതെ ഇങ്ങനെയാണ് തുടങ്ങിയത്. ഗ്രാമീണ ഭംഗിതൻ പൂവണി പച്ചില പോർമുല കച്ചയിലെങ്ങാൻ വൃശ്ചികക്കാറ്റൊന്നു കൈവയ്ക്കാൻ നോക്കുകിൽ പ്രക്ഷുബ്ധമായിടും കായൽ. കായലിൻ മാറിൽ അലിഞ്ഞു ചേർന്നിടുവാനായുന്ന കാനന ചോല. ചോലയും കായലും പുൽകവേ പുഞ്ചിരി ചാർത്തിടും പൂന്തിരമാല. പൂന്തിരമാല മേൽ നീർക്കിളി ചാർത്തുപോൽ നീന്തും 1000 തോണി. ആ തോണിയിലൊന്നിൽ മദാലസയാം ജലദേവത പോലെ പോവും റാണി. ചിത്രചലനമ ഗ്രാമ പശ്ചാത്തലം ചിത്രത്തിലാക്കുവാൻ മേല. ഭാവനയ്ക്കപ്പുറം നിൽക്കുമാ സൗഭാഗ്യം പാടിപ്പുകഴ്ത്തുവാൻ മേല. ഗ്രാമ സൗഭാഗ്യങ്ങളുടെ ധന്യതയെ, അഷ്ടമുടിക്കായലിന്റെ ഭംഗിയെ ഇത്ര മികവോടെ ആവിഷ്കരിച്ച കവിയെ, അഷ്ടമുടിക്കായലിന്റെ കവിയെ ശ്രീ തിരുനെല്ലൂർ കരുണാകരനെ അനുമോദിക്കുവാൻ സംഘടിപ്പിച്ചതാണ് ഈ ചടങ്ങ്. ആദ്യത്തെ വാചകമാണ്. എന്തു പറ്റിയെന്ന്